കുരു പൊട്ടിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. ആ പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുമെന്നും പറഞ്ഞിട്ടേ. ഇപ്പം പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറേ നമ്മൾ ഹൂറികൾ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോൾ ഏതായാലും ഒരു അരവണ പായസം നമുക്ക് കിട്ടി. അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം. സോറി സമാധാനമാകാം. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ തന്നതിന്. നമ്മളെ കുളിക കൊണ്ട് തന്നതാണ്. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, കാണാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കൊള്ളാം കൊള്ളാം. പ്രത്യേകിച്ച് ബിസ്മി. അല്ല ചങ്ങാതി, നിങ്ങൾ ആര് ഗുരുവെട്ടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമായ ഞങ്ങളെയോ? എങ്കിലേ നിങ്ങൾ ഗുരുവെട്ടുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടായിരിക്കും. ഞാനടങ്ങുന്ന എൻ്റെ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും ഈ അരവണ പായസം എന്ന് പറയുന്ന സാധനം ചെറുപ്പം മുതലേ കഴിച്ചു വരുന്നവരാണ്. ഇന്നും കൂടി ഞാനത് കഴിച്ചേ ഉള്ളൂ. പിന്നെ എൻ്റെ മതത്തിൽ എവിടെയും പറയുന്നില്ല അരവണ കഴിച്ചാലോ അല്ലെങ്കിൽ ഹിന്ദുവോ ക്രിസ്ത്യനോ ആയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന്. പിന്നെ നിങ്ങളെ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാ. അതും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട കേട്ടോ. അപ്പൊ എങ്ങനെയാ കാര്യം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു.